A shopkeeper sells an article at 2 successive discounts. Okay, അപ്പോൾ തന്നിരിക്കുന്നത് രണ്ട് ഡിസ്കൗണ്ട്സ് ആണ്. ഡിസ്കൗണ്ട്സ് വന്നിട്ട് എത്രയാ? 10% ആദ്യം കിട്ടി, പിന്നെ 30%. The selling price of the article is rupees 2520. Selling price വന്നിട്ട് rupees 2520. Find the print rate. Print rate എന്ന് വെച്ചാൽ MRP ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ 30% ഡിസ്കൗണ്ട് കിട്ടുന്നതിന്റെ മുന്നേ എന്തായിരുന്നു സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഒരു കോസ്റ്റ് പ്രൈസ്. സോ ഈ എന്താണെന്ന് അറിയില്ല. സോ കോസ്റ്റ് പ്രൈസ് എക്സ് മൈനസ് ഈ 30% ഡിസ്കൗണ്ട് കിട്ടിയതിന് ശേഷമായിരിക്കും ഈ 2520 റുപ്പീസ് എന്നുള്ള ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, സോ എക്സ് മൈനസ് 30% പറഞ്ഞു പറഞ്ഞാൽ 30/100 ഇൻറ്റു എക്സ് വുഡ് ഹാവ് ബീൻ 2520 റുപ്പീസ്. ഓക്കെ, സോ നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഇസ് ആസ് യൂഷ്വൽ നമ്മൾ ക്രോസ് ചെയ്യുക. ലെറ്റ്സ് സേ എടുക്കുക എന്തെങ്കിലും ചെയ്താൽ എക്സ് 100x minus 30x by 100 is equal to 2520, which means 70/100 x is equal to 2520. Next, x is equal to 2520 into 100 by 70. So ഈ രണ്ട് സീറോസും ക്യാൻസൽ ആയി. 7 3s are 21, balance 4, 7 6 are 42. So and the 0. So x is equal to 3600 rupees. Okay, so this 3600 rupees is before getting 10% discount. Okay, fine. ഇനി നമുക്ക് ഈ 10% ഡിസ്കൗണ്ടിന്റെ മുന്നേ എന്തായിരുന്നു അമൗണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് യഥാർത്ഥ MRP എന്താണെന്ന് കിട്ടുള്ളൂ. സോ ബിഫോർ ഗെറ്റിംഗ് 10% ഡിസ്കൗണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനിഷ്യൽ കോസ്റ്റ് പ്രൈസ് MRP എന്താണെന്ന് നമുക്ക് അറിയില്ല. അറിയാത്ത ടേമിനെ നമ്മൾ എക്സ് എടുത്തു, മൈനസ് 10% ഓഫ് x is equal to എത്രയാണ് ഇപ്പോൾ 3600 rupees. ഓക്കെ, സോ നമുക്കിനി എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ എക്സ് മൈനസ് 10% പറഞ്ഞാൽ 10/100 x is equal to 3600 rupees. So it is 100x minus 10x by 100 is equal to rupees 3600. So 90x by 100 is equal to rupees 3600. Okay, so x is equal to 3600 into 100 by 90. So ഇത് രണ്ടും cancel ആയി. 9 4s are 36, which is x is equal to 400 into 10, which is x is equal to 4000 rupees. So rupees 4000 should be the print price of the article. Okay, ഇനി നമുക്കിത് ഫോർമുല യൂസ് ചെയ്തിട്ട് ശരിയാണോ എന്നും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിന്റ് റേറ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ is equal to selling price into 100 into 100 divided by 100 minus R1 into 100 minus R2 ആണ് ഫോർമുല. ഓക്കെ, സോ നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 2520 into 100 into 100 divided by
100 മൈനസ് R1 എത്രയായിരുന്നു 10 അല്ലേ R2 വന്നിട്ട് 30 okay so this would be 2520 into 100 into 100 divided by 90 into 70 so ഇതും cancel ആയി ഇതും cancel ചെയ്യാം so നമുക്ക് ഈ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാം add the numbers and check if it is divisible by 9 so 2 plus 5 7 7 plus 2 9 so 9 കൊണ്ട് ഈ നമ്പർ ഡിവിസിബിൾ ആണ് ഡിവിസിബിലിറ്റി റൂൾസ് അറിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നുണ്ട് ഡിവിസിബിലിറ്റി റൂൾസിന്റെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം ട്ടാ so 9 2s are 18 remaining 7 9 8s are 72 so 0 okay so it is again 280 ഇനി 7 കൊണ്ട് 280 നെ ഡിവൈഡ് ചെയ്യാം 7 4s are 28 0 so നമുക്ക് എന്താ ഉള്ളത് 40 into 100 which is rupees 4000 okay അപ്പോൾ ഈ പ്രിന്റ് റേറ്റ് തന്നെയാണല്ലോ നമുക്ക് മുകളിലും കിട്ടിയിട്ടുള്ളത് yes so the answer is correct